ജാൻവി തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും 5 മണി കഴിഞ്ഞിരുന്നു. ഈ മുത്തൂസ് ഇതെവിടെ പോയതാണോ? വാതിലും പൂട്ടിയിട്ട്. അടഞ്ഞു വാതിൽ നോക്കി അവളൊന്ന് നെടുവീർപ്പിട്ടു. ബാഗിൽ കൈയിട്ടുകൊണ്ട് സ്പെയർ കീ തപ്പി കണ്ടുപിടിച്ച് വേഗം പോയി വാതിൽ തുറന്നു. 2 നില വാർപ്പ് വീടാണ് ജാൻവിയുടേത്. പണ്ടേ സ്വത്തുവകകൾ ഉള്ളതുകൊണ്ട് ഇപ്പോഴും അല്ലലില്ലാതെ കഴിഞ്ഞുകൂടാ. ഇപ്പോൾ എല്ലാത്തിൻ്റെയും മേൽനോട്ടം മുത്തശ്ശിയായ സുഭദ്രയാണ്. ജാൻവിക്കെല്ലാം എന്ന് പറയാവുന്ന ഏകയാൾ. അകത്ത് കയറിയ പാടെ ബാഗ് സോഫയിലേക്കിട്ട് നേരെ അടുക്കളയിലേക്ക് വെച്ചു പിടിച്ചു. വിശപ്പിന്റെ വിളി തന്നെ. മൂടിവെച്ച പാത്രങ്ങൾ തിരക്കിട്ട് തുറന്നു നോക്കുമ്പോൾ കണ്ടു ചായയും ഇലയടയും എല്ലാം ആക്കി വെച്ചിരിക്കുന്നത്. കഴിക്കാനുള്ളതെല്ലാം എടുത്ത് നേരെ സോഫയിൽ കയറിയിരുന്ന് TV ഓണാക്കി. അതും കണ്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് മുത്തശ്ശി തിരിച്ചു വന്നത്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ജാനൂട്ടി, സ്കൂൾ വിട്ട് വന്നാൽ കൈയും കാലുമൊക്കെ കഴുകി വൃത്തിയായിട്ട് എന്തേലും കഴിക്കാവൂന്ന്. വന്ന് നിനക്കിപ്പോൾ തീരെ അനുസരണയില്ലാണ്ടായിരിക്കുന്നു. വിശന്നിട്ടല്ലേ മുത്തു, എൻ്റെ ചക്കരയല്ലേ? അവളത് കേട്ടപാടെ സോപ്പിടാൻ തുടങ്ങി. മതി പതപ്പിച്ചത്. അല്ല മുത്തു ഇതെവിടെ പോയതാ? ഞാനത് പറയാൻ വിട്ടുപോയി. നമ്മുടെ തെക്കേലെ ഭാസ്കരനില്ലേ, അവനെ ഒന്ന് കാണാൻ പോയതാ. അങ്ങേരാ സൗമിനി ചേച്ചിയുടെ ഭർത്താവല്ലേ? അയാളെ എന്തിനാണാവോ ഇപ്പോൾ കാണാൻ പോയത്? ദൈവമേ, ആ ഭാസ്കരേട്ടൻ കല്യാണ ബ്രോക്കർ അല്ലേ? എന്തോ ഒരു പണി ഓട്ടോ വിളിച്ചു വരുന്നത് പോലെ തോന്നുന്നു. അയാള് തന്നെ. നിന്റെ കാര്യം ഞാൻ ഭാസ്കരനോടൊന്ന് സൂചിപ്പിച്ചിരുന്നു. അതെന്തായി എന്നറിയാൻ പോയതാ. മുത്തു എന്താ പറഞ്ഞു വരുന്നേ? എൻ്റെ എന്ത് കാര്യം അയാളോട് പറയാനുള്ളത്? അയാൾ കല്യാണ ബ്രോക്കർ അല്ലേ? നിന്റെ കല്യാണക്കാര്യം തന്നെയാ ഞങ്ങൾ സംസാരിച്ചേ. അതിനെനിക്ക് 18 വയസ്സായതല്ലേ ഉള്ളൂ മുത്തു. ഞാൻ പഠിക്കുവല്ലേ. എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. ജാൻവിക്ക് ഇതെല്ലാം കേട്ടിട്ട് സങ്കടം വരാൻ തുടങ്ങി. കണ്ണെല്ലാം നിറഞ്ഞു തുളുമ്പി. മുത്തശ്ശിക്കും എന്നെ ഇപ്പോൾ വേണ്ടാതായോ? അവളുടെ മനസ്സ് പലവിധ ചിന്തകളാൽ ഉഴറി. അതെനിക്കറിയാഞ്ഞിട്ടല്ല ജാനൂട്ടി. എനിക്ക് പ്രായമേറി വരുവാ. ഇന്നോ നാളെയോ എന്നില്ലാതെയാ ഞാൻ ജീവിക്കുന്നേ. നിന്നെ ഒരാളുടെ കൈപിടിച്ചേൽപ്പിച്ച് സുരക്ഷിതമാക്കാതെ കണ്ണടഞ്ഞാൽ എൻ്റെ ആത്മാവിന് പോലും അത് താങ്ങൂല. മുത്തുവിനൊന്നും പറ്റില്ല. വെറുതെ ഒന്നും ചിന്തിച്ചു കൂട്ടല്ലേ. എനിക്ക് മുത്തു ഇല്ലാതെ വേറെ ആരുമില്ലെന്നറിയില്ലേ? അപ്പോഴേക്കും അവളുടെ കരച്ചിൽ ചീളുകൾ ആ വീട്ടിലാകെ മുഴങ്ങി കേട്ടു. വേറൊന്നും കേൾക്കാൻ നിൽക്കാതെ റൂമിലേക്ക് തിരിഞ്ഞ് ഓടി വാതിൽ കൊട്ടിയടച്ചു. അവൾ വാതിലിൽ ചാരി നിലത്തേക്ക് ഊർന്നിരുന്നു പോയി. കാൽമുട്ടിലൂന്നിയ കൈകളിലേക്ക് മുഖം ചേർത്ത് ജാൻവി പൊട്ടിക്കരഞ്ഞു. കരച്ചിലിന്റെ കാഠിന്യത്തിൽ അവളുടെ കുഞ്ഞു ശരീരം വെട്ടിവിറച്ചു. മോളെ ജാനൂട്ടി, വാതിൽ തുറക്ക്. മുത്തശ്ശി പറയുന്നതെന്ന് മോളൊന്ന് സമാധാനത്തോടെ കേക്ക്. മുത്തശ്ശി എന്തൊക്കെ പറഞ്ഞിട്ടും ജാൻവി വാതിൽ തുറക്കാൻ തയ്യാറായില്ല. കുറച്ചുനേരം കഴിഞ്ഞതും അവർ തിരികെ പോയി. കാര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അവൾക്ക് സമയം വേണമെന്ന് അവർക്ക് മനസ്സിലായി. ജാൻവി കരഞ്ഞു തളർന്ന് അങ്ങനെയിരുന്ന് ഉറങ്ങിപ്പോയി. രാത്രി ഫുഡ് കഴിക്കാൻ പോലും അവൾ എഴുന്നേറ്റ് ചെന്നില്ല. അത്യധികം ഹൃദയവേദനയോടെ മുത്തശ്ശിയും റൂമിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ നിലത്ത് കിടന്നതിനാലാവാം അവൾക്ക് മേലാകെ വേദന തോന്നി. അവൾ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. രാത്രി മുഴുവൻ കരഞ്ഞിട്ട് അവളുടെ കണ്ണാകെ ഇടുമ്പിച്ചിരുന്നു. ജാൻവി വാർഡ്രോബ് തുറന്ന് കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് യൂണിഫോം ഇട്ടവൾ പുറത്തേക്ക് വന്നു. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 8:30 കഴിഞ്ഞിരുന്നു. അവൾ വേഗം ഒരുങ്ങി ബാഗിലേക്ക് വേണ്ട ബുക്സൊക്കെ എടുത്തു വെച്ച് പുറത്തേക്കിറങ്ങി. നീ കഴിക്കുന്നില്ലേ ജാനൂട്ടി? ഹാളിലിരുന്ന മുത്തശ്ശി അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. എനിക്ക് വിശക്കുന്നില്ല. അതും പറഞ്ഞവൾ സിറ്റൗട്ടിലേക്ക് നടന്നു. അതെങ്ങനെ ശരിയാവും മോളെ? നീ ഇന്നലെ രാത്രിയും ഒന്നും കഴിച്ചില്ലല്ലോ. എന്തേലും കഴിക്കാതെ പോയാൽ നീ എവിടെയെങ്കിലും തളർന്നു വീണു പോകും. ജാൻവി ഒന്ന് തിരിഞ്ഞു നോക്കി. വേദന നിറഞ്ഞ അവരുടെ മുഖം അവളുടെ നെഞ്ചിൽ ഒരു കത്തി കുത്തിയിറക്കുന്ന നോവ് ഉണർത്തി. എനിക്ക് തീരെ വേണ്ടാഞ്ഞിട്ടാ മുത്തൂസേ. ഇനി അഥവാ വിശക്കുകയാണെങ്കിൽ ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിച്ചോളാം. അവളിലെ ദയനീയഭാവം കണ്ടതും അവർ പിന്നീടധികം നിർബന്ധിക്കാൻ നിന്നില്ല. എന്നാൽ അവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. അതും പറഞ്ഞവർ വേഗം റൂമിലേക്ക് പോയി. തിരികെ വന്ന് അവളുടെ കയ്യിലേക്ക് കുറച്ച് ക്യാഷ് വെച്ചു കൊടുത്തു. അതും വാങ്ങി അവൾ വേഗം നടന്നു. 10 മിനിറ്റോളം നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. ഇപ്പോൾ തന്നെ സമയം 8:50. ജാനി നടത്തത്തിന്റെ സ്പീഡ് കൂട്ടി. ഇങ്ങനെ നടന്നാലേ 9 മണിക്കുള്ള ബസ് കിട്ടൂ. സ്റ്റോപ്പിലെത്തിയപ്പോഴേ കണ്ടു തന്നെയും കാത്തു നിൽക്കുന്ന വിച്ചുവിനെയും അമ്മുവിനെയും. ഞങ്ങൾ 3 പേരും 5 തൊട്ടേ ഒന്നിച്ച് പഠിക്കാൻ തുടങ്ങിയതാണ്. അവരുടെ 2 പേരുടെയും വീട് ബസ് സ്റ്റോപ്പിനടുത്താണ്. നടന്നു വരുന്ന ജാൻവിയെ കണ്ടപ്പോഴേ അവർക്കെന്തോ പന്തികേട് തോന്നി. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി.
നന്നേ വെളുത്തിരിക്കുന്നതിനാൽ ഇന്നലെ കരഞ്ഞതിന്റെ അവശേഷിപ്പെന്നപ്പോൾ അവളുടെ മൂക്കും കണ്ണുമെല്ലാം ചുമന്നിരുന്നു. ഒറ്റ നോട്ടത്തിലേ അത് കാണുന്നവർക്ക് മനസ്സിലാകും. നീ എന്താ കരഞ്ഞോ ജാനി? നിന്റെ മുഖമെന്താ വല്ലാണ്ടിരിക്കുന്നേ? അവൾ അടുത്തെത്തിയതേ വിച്ചു അവളെ ചോദ്യങ്ങൾ കൊണ്ട് മൂടി. അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അതിനുപോലും അവളെ കൊണ്ട് സാധിച്ചില്ല. അവളുടെ മനസ്സ് മനസ്സിലാക്കിയെന്നോണം വിച്ചുവും അമ്മുവും അവളെ ചേർത്തു പിടിച്ചു. ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം ജാൻവി അവരോട് പറഞ്ഞു. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവരുഴറി. നീ കരയാതെ ജാനി, നമുക്കെന്തെങ്കിലും പോംവഴി കണ്ടെത്താം. ഇപ്പോഴേ ഇങ്ങനെ ഡെസ്പാകാതെ, വിച്ചു അവളെ ആശ്വസിപ്പിച്ചു. ഒരു കാര്യം ചെയ്യാം, നാളെ സൺഡേ അല്ലേ, ഞങ്ങൾ നാളെ നിന്റെ വീട്ടിലേക്ക് വരാം. മുത്തശ്ശിയോട് ഞങ്ങളും കൂടി സംസാരിച്ചാൽ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാലോ? അമ്മു പറഞ്ഞത് വിച്ചുവും കൂടി ശരിവെച്ചതും ജാൻവിക്ക് കുറച്ച് ആശ്വാസമായി. അപ്പോഴേക്കും അവർക്ക് പോകാനുള്ള ബസ് എത്തി. പഠിപ്പിക്കാനുള്ള ബുക്സും എടുത്ത് ആദി സ്റ്റാഫ് റൂമിന് പുറത്തേക്ക് നടന്നു. ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ കണ്ടത് കലപില സംസാരിച്ച് കൂട്ടം കൂടിയിരിക്കുന്നതുങ്ങളെയാണ്. അവൻ കയറി വന്നതൊന്നും ആരും അറിഞ്ഞില്ല. എല്ലാവരും അവരവരുടെ ലോകത്താണ്. സൈലൻസ്. അവൻ ഡെസ്കിലൊന്ന് ഉച്ചത്തിൽ കൈവച്ചടിച്ചു. ആദിയുടെ ഒച്ച കേട്ടതേ വിച്ചു അമ്മുവിന്റെയും ജാനിയുടെയും അടുത്തുനിന്ന് ഓടി അവന്റെ സീറ്റിൽ പോയിരുന്നു. എല്ലാവരും അവരവരുടെ സീറ്റിൽ ഇരിപ്പുറപ്പിച്ചു. ആരുടെയും അനക്കം പോലും കേൾക്കാനില്ല. ഇതെന്താ ക്ലാസ്സോ അതോ ചന്തയോ? അവൻ കണ്ണുകൾ ആ ക്ലാസ് ആകമാനം ഒന്നൊഴിഞ്ഞു. ബെല്ലടിച്ചു കഴിഞ്ഞാൽ സ്വന്തം സ്ഥാനത്ത് വന്ന് സൗണ്ട് ഉണ്ടാക്കാതെ ഇരിക്കണമെന്നറിയില്ലേ? നിങ്ങൾ LKG പിള്ളേരൊന്നുമല്ലോ ദിവസവും ഇതിങ്ങനെ വന്ന് പറഞ്ഞു തരാൻ. ഒരധ്യാപകന് ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ വിഷു ചെയ്യണമെന്ന സാമാന്യ മര്യാദ പോലും ഒരൊറ്റയൊരെണ്ണത്തിനുമില്ല. അവനത് പറഞ്ഞു കഴിഞ്ഞതും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവനെ വിഷ് ചെയ്തു. ആദി കൈകൊണ്ട് അവരോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. അവൻ ഡെസ്കിൽ ചാരി നിന്നു. ഇന്നലെ ഞാൻ ഏത് പോർഷനാണ് എടുത്തത്? അവൻ എല്ലാവരോടുമായി ചോദിച്ചു. ഇവല്യൂഷൻ. ക്ലാസ്സിലെ പഠിപ്പിച്ചായ സിത്താരയുടെ സൗണ്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അവളെ പണ്ട് തൊട്ടേ നമ്മുടെ ഗ്യാങ്ങിന് ഇഷ്ടമല്ല, വേറൊന്നുമല്ല, ആളൊരു ചൊറിയൻ പുഴുവാണ്. ഹോ, ഇതിന് വേറെ പണിയൊന്നുമില്ലേ, വെറുതെ ആളാവാൻ കളിക്കുന്നതാ, അമ്മു ജാൻവിയുടെ ചെവിയിൽ പറഞ്ഞു. അമയ ആൻഡ് ജാൻവി സ്റ്റാൻഡപ്പ്. ആദിയുടെ ശബ്ദം ആ ക്ലാസ് മുറിയിൽ മുഴങ്ങി കേട്ടു. അവന്റെ അലർച്ച കേട്ടതും പിള്ളേര് രണ്ടും ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. രണ്ടാളും കൂടി എന്താ അവിടെ ഇത്രയും വലിയ ഡിസ്കഷൻ? ആദി അവരെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല സാർ, ഞങ്ങളൊന്നും പറഞ്ഞില്ല. വർത്തമാനം പറയുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ചു നിർത്തിയത്. അവന്റെ മുഖം കനത്തു. എന്തായാലും നിങ്ങൾ ഡിസ്കസ് ചെയ്തത് ഈ ക്ലാസ്സിനെ മൊത്തം കേൾപ്പിച്ചിട്ടിരുന്നാൽ മതി രണ്ടും. അമ്മുവും ജാനിയും ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അവന്റെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ടതും അമ്മു ഒരാശ്രയത്തിന് ജാനിയുടെ കൈ പിടിച്ചു. വിച്ചു അവരെ ദയനീയമായി ഒന്ന് നോക്കി. അമ്മുവിന്റെ പേടി അറിഞ്ഞതുപോൽ ജാനി അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. എനിക്ക് മുള്ളാൻ പോണം, ജാനി ആദിയെ നോക്കി പറഞ്ഞു. എന്താണെന്ന്? അവളുടെ മറുപടിയിൽ ആദിയുടെ കണ്ണൊന്നു മിഴിഞ്ഞു. കേട്ടത് ശരി തന്നെയാണോ എന്നുറപ്പിക്കാൻ അവൻ ഒന്നുകൂടി ചോദിച്ചു. എനിക്ക് മൂത്രമൊഴിക്കാൻ പോണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതാ. അവൾ വീണ്ടും ഒരു കൂസലില്ലാതെ അതുതന്നെ ആവർത്തിച്ചു. നോൺസെൻസ്. ഫസ്റ്റ് ബെൽ അടിക്കുന്നതിന് മുൻപ് ഇത്രയും സമയമുണ്ടായിട്ടും ക്ലാസ്സിലിരിക്കുന്ന ടൈമിലാണോ ഈ വക കാര്യങ്ങൾ ഓർമ്മ വരുന്നേ? അവന്റെ കണ്ണുകൾ ജാനിയിലേക്കും അമ്മുവിലേക്കും മാറി മാറി പതിഞ്ഞു. യോ സാറേ, ഇനിയും എന്നെ വിട്ടില്ലേൽ ഞാൻ ഇവിടെ മുള്ളിപ്പോകും, അവൾ നിന്നെടുത്തു നിന്ന് തുള്ളിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ക്ലാസ്സിൽ ആകമാനം ഒരു കൂട്ടച്ചിരി ഉയർന്നു. ഗെറ്റ് ഔട്ട്. ആദിയിൽ നിന്ന് ഒരു അലർച്ചയാണ് അതിന് മറുപടിയായി കിട്ടിയത്. ജാനി അമ്മുവിനെയും വിച്ചുവിനെയും ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് പോയി. അമ്മയെ ഇരുന്നോ, ഇനി ഒന്നിനും കഴിവില്ലാത്തതുപോലെ അവൻ അവളോട് പറഞ്ഞു. അമ്മുവിന് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അവൾ ആശ്വാസത്തോടെ സീറ്റിലേക്കിരുന്നു. ആദി പിന്നീടൊന്നും പറയാതെ അവന്റെ ക്ലാസ് തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും ജാനിയും തിരികെ ക്ലാസ്സിൽ കയറി. എന്നാലും എന്റെ ജാനിയെ, നിന്നെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. നീ ആ മാറ്റർ റൂട്ട് തിരിച്ചു വിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങേര് നമ്മളെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചേനെ, അമ്മു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. ജാനി എന്നാ സുമ്മാവാ, അവൾ ഇട്ടിരിക്കുന്ന കോട്ടിന്റെ കോളർ പൊക്കിക്കൊണ്ട് പറഞ്ഞു. അതിനൊരു പൊട്ടിച്ചിരിയാണ് അവൾക്ക് മറുപടിയായി കിട്ടിയത്. മൂന്നും കൂടി ഇന്റർവെല്ലിന് ക്യാൻറ്റീനിലേക്കുള്ള പോക്കാണ്. ജാനി ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒന്നും കഴിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അമ്മുവും വിച്ചുവും പിടിച്ച പിടിയാലെ അവളെയും കൊണ്ട് പോന്നതാണ്. രാമേട്ടാ, 4 പപ്സും 3 ചായയും പോന്നോട്ടെ. ക്യാൻറ്റീനിലെ
ഒരൊഴിഞ്ഞ മൂലയിൽ സീറ്റ് ഉറപ്പിച്ചതും വിച്ചു ഉച്ചത്തിൽ വിളിച്ചു കൂവി. അവിടെയുണ്ടായിരുന്ന പല തലകളും അവന്റെ അലറൽ കേട്ട് അവർക്ക് നേരെ തിരിഞ്ഞു. അവൻ അതൊന്നും മൈൻഡാക്കാനേ പോയില്ല. ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തിയതും അവര് ജാനിയുടെ പ്ലേറ്റിലേക്ക് 2 പപ്സ് എടുത്തു വെച്ചു. അവൾ അവരെ ദയനീയമായി ഒന്ന് നോക്കി. തിരിച്ചൊരു കണ്ണുരുട്ടൽ കിട്ടിയതും അവൾ വേഗം കഴിക്കാൻ തുടങ്ങി.